നമസ്കാരം, വെൽക്കം ബാക്ക് ടു നാദറാം എയറിൻസ് വ്ലോഗ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മളൊരു ഒരു ബിഗ് ബോസിന്റെ റിവ്യൂ വീഡിയോ ചെയ്യുവാണ്. അപ്പോൾ എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ PM ചോദിച്ച വിഷയമാണ് ഇത്തവണത്തെ എവിക്ഷനിൽ ആര് ഔട്ടാകും എന്നുള്ളത്. കാരണം ഇതൊരു ടൈറ്റ് എവിക്ഷൻ ആയിരുന്നു, കുറച്ചും കൂടി പവർഫുൾ മത്സരാർത്ഥികൾ എല്ലാവരും ഉള്ളൊരു എവിക്ഷൻ ആയിരുന്നു. അപ്പോൾ ഇതിൽ ആര് ഔട്ടാകുന്നു എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിലവിൽ എനിക്കൊന്ന് പ്രൊമോ ഒക്കെ ചെയ്ത് ഇറങ്ങി, ഞാൻ കുറച്ച് വൈകിപ്പോയി. എങ്കിൽ പോലും നമുക്ക് നിലവിൽ കിട്ടുന്ന ഒരു അപ്ഡേഷൻ എന്നുള്ളത് ഗബ്രി വീണ്ടും പുറത്തേക്ക് പോയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പലരും ചോദിച്ചു പ്രാങ്ക് ആണോ ഇല്ലെങ്കിൽ ഇത് സീക്രട്ട് റൂമിലേക്കാണോ ഗബ്രി പോകുന്നത് എന്നുള്ളത്. പക്ഷെ അല്ല, ഇതൊരു പ്രാങ്കിന്റെ ഭാഗവും അല്ല, ഗബ്രി സീക്രട്ട് റൂമിലേക്കോ അല്ല പോയിട്ടുണ്ടെന്നാണ്. എനിക്ക് സ്വാഭാവികമായിട്ടും എന്തായാലും വീണ്ടും പുറത്തേക്ക് ഗബ്രി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എനിക്കൊരു വലിയ ട്വിസ്റ്റ് ആയിട്ടുള്ളൊരു എവിക്ഷൻ കൂടിയാണ്. എന്തായാലും ഗബ്രി അങ്ങനെ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടൊരു ഡബിൾ എവിക്ഷൻ സാധ്യതയുണ്ടോ എന്നും ആൾക്കാർ ചോദിക്കുന്നില്ല. നമുക്കത് കൺഫേം അല്ല എങ്കിൽ പോലും ഡബിൾ എവിക്ഷന് പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം സാറ്റർഡേ എപ്പിസോഡാണ് ഒരാൾ പോയിരിക്കുന്നത്. അപ്പോൾ സൺഡേ എപ്പിസോഡ് എവിക്ഷൻ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അത് കൺഫേം അല്ല. നമുക്ക് അഥവാ ഒരു എവിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ ഇത് ഗബ്രി സ്വാഭാവികമായിട്ട് വീണ്ടും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ജാസ്മിൻ്റെ ഗെയിമൊക്കെ ഒന്നും കൂടി കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പം എന്തായാലും ഗബ്രിയുടെ ഒരു ഔട്ടാക്കൽ എന്നല്ലെങ്കിൽ പുറത്താകൽ എന്നുള്ളത് ഒരു അനിവാര്യമായ ഒരു കാര്യമാണ്. കാരണം ഓഫ്കോഴ്സ് വോട്ടിംഗ് പാറ്റേൺ ഒക്കെ നമ്മൾ പോളിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗബ്രിക്ക് ഭയങ്കരമായിട്ട് വോട്ട് കുറവുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങളിലൊന്നാണ് ഗബ്രി വീണ്ടും പുറത്തേക്ക് പോവുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഗബ്രി പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗെയിം ചേഞ്ചിങ് നിമിഷങ്ങളെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല പുറത്തിറങ്ങി ഗബ്രി ഗെയിമിനെ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് ഓഫ്കോഴ്സ് പുറത്തുപോയ ഇൻ്റർവ്യൂ കൊടുക്കും, ആൾക്കാർ ബൈറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും അത്തരം സംസാരങ്ങൾ ഗബ്രി എങ്ങനെയാണ് ഗെയിമിനെ മനസ്സിലാക്കിയതെന്നും അല്ലെങ്കിൽ പുറത്ത് എങ്ങനെയാണ് ഔട്ട് വന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കും. അപ്പോൾ എന്തായാലും ഗബ്രി പുറത്തു പോയി എന്നുള്ളത് ഏകദേശം കൺഫേം ആണ്, നമ്മൾ എല്ലായിടത്തും കണ്ട കാര്യമാണ്. അപ്പോൾ എന്തായാലും മോർ അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.